കാറും ബൈക്കുമൊക്കെ കാണാതാകുക, മോഷണം പോവുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു ട്രെയിൻ അതിന്റെ യാത്രക്കിടയിൽ അപ്രത്യക്ഷമാകുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. അത്യന്തം ദുരൂഹതകൾ നിറഞ്ഞതും ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ മനസ്സിൽ ഇന്നും പല ചോദ്യങ്ങളും അവശേഷിപ്പിക്കുന്നതുമായ നാസി ഗോൾഡ് ട്രെയിനിന്റെ കഥയിലേക്ക്. ഈ കഥ നടക്കുന്നത് 1945-ലാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന നാളുകളിൽ. ജർമ്മനിയുടെ പതനം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കിഴക്ക് നിന്നും സോവിയറ്റ് യൂണിയന്റെ സൈന്യവും പടിഞ്ഞാറ് നിന്നും സഖ്യകക്ഷികൾ, അതായത് അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള സഖ്യകക്ഷികളുടെ സൈന്യവും ജർമ്മനി കീഴടക്കി മുന്നേറിക്കൊണ്ടിരുന്നു. ഇനി പിടിച്ചു നിൽക്കാനാവില്ലെന്ന് ഹിറ്റ്ലറിനും നാസി പടയ്ക്കും വ്യക്തമായി. ഇനി തങ്ങളുടെ അളവറ്റ സമ്പത്ത് എവിടെ സൂക്ഷിക്കും? സമ്പത്ത് എന്ന് പറഞ്ഞാൽ സ്വന്തമായുള്ള സമ്പത്ത് കൂടാതെ മ്യൂസിയങ്ങൾ കൊള്ളയടിച്ചും മറ്റ് ജൂതന്മാരിൽ നിന്ന് പിടിച്ചെടുത്തതും മറ്റ് അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് വാരിയെടുത്തതുമായ അളവറ്റ സ്വർണ്ണ സമ്പത്ത്, പിന്നെ രത്നങ്ങൾ, മുത്തുകൾ, പവിഴങ്ങൾ, അതുപോലെ അമൂല്യമായ പെയിന്റിങ്ങുകൾ, മറ്റ് കലാസൃഷ്ടികൾ ഇവയൊക്കെ എവിടെ സൂക്ഷിക്കും? അപ്പോഴാണ് നാസിപ്പടയ്ക്ക് റീസ് പ്രൊജക്റ്റിനെ പറ്റി ഓർമ്മ വന്നത്. എന്താണ് റീസ് പ്രൊജക്റ്റ്? തങ്ങളുടെ രഹസ്യ ആയുധങ്ങളെ സംരക്ഷിക്കാനും അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒളിയിടങ്ങൾ നിർമ്മിക്കാനുമായി ജർമ്മൻ അധിനിവേശ പോളണ്ടിന്റെ ഭാഗമായ ഓൾ മലനിരകളെ തുരന്നുകൊണ്ട് നാസിപ്പട നിർമ്മിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് റീസ് പ്രൊജക്റ്റ് എന്നറിയപ്പെടുന്നത്. തങ്ങളുടെ അളവറ്റ ഈ സമ്പത്ത് റീസ് പ്രൊജക്റ്റിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിക്കാൻ ധാരണയായി. ഭാഗ്യവശാൽ അവിടേക്കുള്ള റെയിൽവേ പാതയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായിരുന്നു. അങ്ങനെ ടൺ കണക്കിന് സ്വർണവും രത്നവും മുത്തും പവിഴവും അമൂല്യമായ പെയിന്റിങ്ങുകളും മറ്റ് കലാസൃഷ്ടികളും അതോടൊപ്പം വൻ ആയുധ ശേഖരവും ഒക്കെ കുത്തി നിറച്ച 150 മീറ്റർ നീളമുള്ള ട്രെയിൻ ജർമ്മൻ അധിനിവേശ പോളണ്ടിന്റെ ഭാഗമായ ബ്രസ്ലുവിൽ നിന്നും വാൾബ്രീസിലേക്ക്, അതായത് അന്നത്തെ വാൾഡൻബർഗിലേക്ക് പുറപ്പെട്ടു. എന്നാൽ ആ ട്രെയിൻ വാൾബ്രീസിൽ എത്തിയില്ല, അതായത് അന്നത്തെ വാൾഡൻബർഗിൽ എത്തിയില്ല. ആ ട്രെയിന് എന്ത് സംഭവിച്ചു? ഊഹാപോഹങ്ങൾ പ്രചരിച്ചു. ഹിറ്റ്ലറിനും മറ്റ് ഹയർ ഒഫീഷ്യൽസിനും മാത്രം അറിയാവുന്ന ഏതോ നിഗൂഢ കേന്ദ്രത്തിലേക്ക് ഈ ട്രെയിൻ എത്തപ്പെട്ടു എന്ന് ഒരു വിഭാഗം പറഞ്ഞപ്പോൾ, കൽക്കരി ഖനികളുടെ ഭാഗമായ അഗാധമായ ഗർത്തങ്ങളിലേക്ക് ട്രെയിൻ പതിച്ചിരിക്കാമെന്ന് മറ്റൊരു വിഭാഗം പറഞ്ഞു. അങ്ങനെ ബ്രസ്ലുവിനും വാൾബ്രീസിനും ഇടയിലുള്ള 60 കിലോമീറ്റർ ദൂരം ഏവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറി. നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തി നോക്കിയെങ്കിലും യാതൊരു തുമ്പും കിട്ടിയില്ല. അങ്ങനെ പതിയെ നാസി ഗോൾഡ് ട്രെയിൻ വിസ്മൃതിയിലേക്ക് മാഞ്ഞു. എന്നാൽ 70 വർഷങ്ങൾക്ക് ശേഷം 2015-ൽ വീണ്ടും വാർത്തയുടെ വെളിച്ചത്തിലേക്ക് നാസി ഗോൾഡ് ട്രെയിൻ കടന്നു വന്നു. അതിന് കാരണക്കാരായത് 2 പേരാണ്. 2 നിധിവേട്ടക്കാർ, ട്രഷർ ഹണ്ടേഴ്സ് ആയിരുന്നു. ഭൗമാന്തര ഭാഗത്തെ കാര്യങ്ങൾ അറിയാൻ ശേഷിയുള്ള തങ്ങളുടെ അതിശക്തമായ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാറിൽ ട്രെയിൻ കണ്ടെത്തിയെന്ന് പോളണ്ട് സ്വദേശിയായ കൂപ്പറും ജർമ്മൻ സ്വദേശിയായ റിച്ചറും അവകാശപ്പെട്ടു. നിധിവേട്ടക്കാരായ ഇരുവരുടെയും വെളിപ്പെടുത്തലോടെ പോളണ്ട് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസും സൈന്യവും ചരിത്രകാരന്മാരും മറ്റ് നിധിവേട്ടക്കാരും മാധ്യമപ്രവർത്തകരുമെല്ലാം ഈ പ്രദേശത്തേക്ക് ഇരച്ചു പാഞ്ഞെത്തി. അങ്ങനെ കാലങ്ങളോളം നിരവധി പരീക്ഷണ നിരീക്ഷണങ്ങളും മണ്ണ് തുരന്നുള്ള ഗവേഷണങ്ങളും ഒക്കെ നടത്തിയെങ്കിലും യാതൊന്നും കണ്ടെത്താനായില്ല. ഒടുവിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഭൗമാന്തര ഭാഗത്ത് ഭൗമഘടനയിലുണ്ടായ എന്തെങ്കിലും മാറ്റത്തിന്റെ ഭാഗമായി ഉണ്ടായ എന്തെങ്കിലും ഒരു രൂപപ്പെടലിനെ ആവാം ഈ പറഞ്ഞ ട്രെയിനായി തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നായിരുന്നു ആ നിഗമനം. റീസ് പ്രൊജക്റ്റിന്റെ ഭാഗമായ ഓൾ മലനിരകളിലെ നാസികളുടെ നിഗൂഢ കേന്ദ്രത്തിന്റെ ചുരുളഴിയണമെന്ന് ഏവർക്കും ആഗ്രഹമുണ്ടെങ്കിലും ആ പ്രദേശങ്ങളുടെ അപകടകരമായ അവസ്ഥ ഏവരെയും പിന്നോട്ടടിക്കുന്നു. ട്രെയിനിലെ ജീവനക്കാരെ മുഴുവൻ കൊലപ്പെടുത്തിയ നാസിപ്പട ആ ട്രെയിനെ നിഗൂഢമായ ഒരു ടണലിൽ എത്തിച്ചുവെന്നും ആ ടണൽ പിന്നീട് സീൽ ചെയ്തുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞതായി പല വാർത്തകളും പുറത്തു വന്നെങ്കിലും അതിനൊന്നും ആധികാരികത ഉള്ളതായി അറിവില്ല. ഇനി നാസി ഗോൾഡ് ട്രെയിൻ ലോക സാഹിത്യത്തെയും സിനിമയെയും അതുപോലെ ടൂറിസത്തെയും ഒക്കെ എങ്ങനെ സ്വാധീനിച്ചു എന്ന് നോക്കാം. നാസി ഗോൾഡ് ട്രെയിനെ ആസ്പദമാക്കി നിരവധി സാഹിത്യ സൃഷ്ടികൾ രൂപപ്പെട്ടു. നിരവധി സിനിമകളും വീഡിയോ ഗെയിമുകളും നിർമ്മിക്കപ്പെട്ടു. ബ്രസ്ലുവിനും വാൾബ്രീസിനും ഇടയിലുള്ള പ്രദേശത്ത് പോളണ്ട് ഗവൺമെന്റ് ഒരു മോഡൽ, അതായത് ഗോൾഡ് ട്രെയിനിന്റെ ഒരു മോഡൽ നിർമ്മിക്കുകയും അവിടങ്ങളിൽ പിന്നീട് വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറുകയും ചെയ്തു. ഇപ്പോഴും ആ ചോദ്യം അവശേഷിക്കുന്നു, നാസി ഗോൾഡ് ട്രെയിൻ എവിടെ പോയി?
നിധിവേട്ടക്കാർ ഇപ്പോഴും ആ പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള മറ്റൊരു സംഭവകഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്